നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് നമ്മൾ CorelDRAWയിൽ വർക്ക് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യുമ്പോൾ ഇപ്പോൾ CorelDRAW X5 ചെയ്തത് ഒരു കാരണവശാലും നിങ്ങൾക്ക് 4ലേക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് 5ലായിരിക്കും, പിന്നെ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്ത് രണ്ടാമത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് മാറി ചിലപ്പം 4 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് CorelDRAW. 4ൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും 5ൽ ചെയ്തത് 4ൽ ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ചെറിയൊരു ടിപ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ ഫോർമാറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു പിക്ക് വരക്കുകയാണ്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഒരു ടാറ്റു ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണയായി ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വേണ്ടത് അത് ഡെസ്ക്ടോപ്പ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേര് കൊടുക്കുന്നുണ്ട്, SAD അങ്ങനെ ഞാൻ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴത്തായിട്ട് CDR CorelDRAW ഫയൽ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് CDR ഫയലിൽ ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വേർഷൻ സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ X5ലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വേർഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും, അത് 15 എന്നാണ് ഉള്ളത്. അപ്പോൾ ആ 15 തന്നെയാണ് അത് സേവ് ആകുന്നത്. അപ്പോൾ പിന്നീട് നിങ്ങൾ അത് 4ലേക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അത് ഏറ്റവും കുറഞ്ഞ വേർഷനിൽ സേവ് ചെയ്യുക. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. അങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടാമത് അതേ ഫയൽ തന്നെ എടുത്ത് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തതിന് ശേഷം Ctrl+S, അതായത് വെറും സേവ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് 5ൽ തന്നെയാണ് അത് സേവ് ആകുന്നത്. അപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ CDR CorelDRAW CDRലാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ CMXലേക്ക് കൊടുക്കുക. ഇവിടെ CMX എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. CMX കോറൽ പ്രസൻറ്റേഷൻ എക്സ്ചേഞ്ച്, CMX. ഈ CMXൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സേവ് ചെയ്യുന്ന ഫയൽ എല്ലാ വേർഷനിലും ഓപ്പൺ ആക്കാൻ പറ്റും. അതായത് 5ൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 12ലോ ഏതിൽ വേണമെങ്കിലും തുറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഒരു ഫയൽ എപ്പോഴും CMX ആക്കിയിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഒന്ന് CDRലേക്ക് തന്നെ കൊടുക്കുക. ഇതിപ്പോൾ CMX ആണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. സേവ് കൊടുത്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിൽ അത് സേവായി. അത് നിങ്ങൾക്ക് ഏത് വേർഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റും ഈ CMX ഫയൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നിങ്ങൾക്കിത് വേണ്ടത് PDF ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നതിന് പകരം കുറച്ച് താഴോട്ട്, അതായത് ഫയൽ മെനുവിൽ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ പബ്ലിഷ് ടു PDF എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പബ്ലിഷ് ടു PDF. അവിടെ നിങ്ങൾ ലൊക്കേഷൻ കൊടുക്കുക, ഇവിടെ ഇത് സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ പേര് PDF പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് PDF സേവ് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ PDF ഫോർമാറ്റിൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണാം. ഇനി ഇതേ ഫയൽ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരണം, ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, അത് എങ്ങനെ സേവ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫയലെടുത്ത് എക്സ്പോർട്ട്, ഇവിടെ
അക്വയർ ഇമേജ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. JPG, സാധാരണ ഇത് നമ്മൾ കൊടുക്കുന്നത് JPG ബിറ്റ് മാപ്പ്, അത്. പിന്നെ അതിന് തൊട്ട് താഴത്തായിട്ട് PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്, അതിൽ കൊടുക്കുക. ഇപ്പോൾ ഇത് PNGയിലാണ് ഇത് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് എക്സ്പോർട്ട്. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ ഇവിടെ ഒന്നും സെറ്റിംഗ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, ഒക്കെ കറക്റ്റാണ്. ഇവിടെ ഒരു ടിക്ക് കൊടുക്കണം, ട്രാൻസ്പെറൻസി, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ ഒരു ഇമേജ് മാത്രം. നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇമേജ് മാത്രം കിട്ടിയിട്ട് നമുക്ക് കാര്യമുള്ളൂ. ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടുന്ന് അത് വീണ്ടും കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ട്രാൻസ്പെറൻസി, ഇത് ഇവിടെ ഒരു ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ അത് PNGയിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഫയൽ എപ്പോഴും ആവശ്യമുള്ളതാണ്, ഏത് ഫയലായാലും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഫയൽ നമ്മൾ CorelDRAW ആദ്യം ഉണ്ടായിരുന്ന വേർഷനിൽ നിന്ന് മാറിയിട്ട് വേറൊരു വേർഷനാണ് കയറ്റുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ ആ വേർഷനിൽ ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാവർക്കും വരുന്നൊരു എന്താ പറയുക, ഒരു അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഏത് ഫയലായാലും നമുക്ക് ആവശ്യമുള്ളൊരു ഫയൽ CMX ആക്കിയിട്ട് മാറ്റി വെക്കുക. അതിൽ വീണ്ടും ഒന്നും വർക്ക് ചെയ്യരുത്. നമ്മൾ ചെയ്യുന്നതൊക്കെ CDRൽ തന്നെ ചെയ്യുക. CMX എപ്പോഴും ഏത് ഫയലായാലും അത്യാവശ്യം സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഫയലാണെങ്കിൽ CMXൽ ഒരു ഫോൾഡറിലാക്കിയിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.